ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർഷാദ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കിടുക്കാച്ച് രണ്ട് ആപ്പായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഡിറ്റിങ്ങും അതുപോലെ നിങ്ങളുടെ ഫോട്ടോസ് ക്ലാരിറ്റി കൂട്ടാനുമായിട്ട് നമുക്ക് ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻ ഈ ഒരു രണ്ട് ആപ്പ് വെച്ചിട്ട് നമുക്ക് എഡിറ്റിംഗ് ചെയ്തിട്ട് കഴിയും. അപ്പോൾ ആ രണ്ട് ആപ്പിന്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേര് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ നമ്പർ 1 ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ആപ്പിന്റെ ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ സിമ്പിളായിട്ട് വിത്തിൻ ഒരു സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാം. നല്ല ഹൈ ക്വാളിറ്റി ക്ലാരിറ്റിയിലൊക്കെ. അതുപോലെ നമ്മൾ മെയിനായിട്ട് തന്നെ ട്രിപ്പ് പോയത് അതുപോലെ പല ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പഴയ ഫോണിലായിരിക്കും, അതൊക്കെ നമ്മൾ പുതിയ ഫോണിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അത് നമുക്ക് ക്ലാരിറ്റി വർദ്ധിപ്പിക്കാനൊക്കെയുള്ള പല ട്രിക്കായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുകളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തായിരിക്കും. മെയിനായിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ ഇടുന്ന ഗെയിമിംഗ് കാര്യങ്ങളാണ്. അപ്പൊ കുറെ പേർക്ക് ഈ ഒരു ചെറിയൊരു അറിവുകളൊക്കെ കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ എടുത്താണ്. ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തേക്കും. അപ്പൊ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ഉണ്ടാവാം. അതുപോലെ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചാനലിൽ ഗെയിമിങ്ങിനായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എഡിറ്റിംഗ് അറിയുന്നവരും ഉണ്ടാവും, എഡിറ്റിംഗ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ വീഡിയോ ഉണ്ട്. എന്താണ് അവർക്കൊപ്പം കളർ ഗ്രേഡിങ് കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്കാൻ ചെയ്തിട്ട് നമ്മൾ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടാനൊക്കെ കഴിയും. അപ്പോൾ എങ്ങനെ എന്തൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് നോക്കി നമ്മൾ ആപ്പ് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരാം. അതിൽ ആ പ്ലസ് ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളിടാം. അതിനുശേഷം നമ്മൾ മുകളിൽ കാണുന്ന ആ ഒരു ആംഗിൾ ബട്ടൺ നെക്കിയതിന് ശേഷം നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നതായിരിക്കും. ക്യാമറ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ക്യാമറ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ QR കോഡ് ഓണായി. നമുക്ക് അടുത്ത ഫോണിൽ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യേണ്ടത് യുവർ സ്നാപ്സീഡ് എന്നാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഫോട്ടോസിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ QR കോഡ് സ്കാനർ കാണാം. ഇത് നമ്മൾ രണ്ടാമത്തെ ഫോണിൽ ചെയ്ത് വെച്ച ആ ഒരു സ്കാനർ എടുത്ത് ഇതൊന്ന് സ്കാൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട് നോക്കാം. ഞാനപ്പോൾ അതിലൊന്ന് ഈ ഒരു കളർ ഗ്രേഡിങ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഞാൻ എന്താക്കും നേരെ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ അത് ഗാലറി ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഡോഗിൻ്റെ ഫോട്ടോ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ക്ലാരിറ്റി കാര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് അടുത്തൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആപ്പിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വെബ്സൈറ്റിലേക്ക് പോകാം. വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ആപ്പിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെയാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ നമ്മളെ വാട്സപ്പിൽ, അതുപോലെ യൂട്യൂബിൽ നമ്മൾ തംബ്നെയിലായിട്ട് വരെ ഇടുന്ന ഫോട്ടോസ് നമ്മൾ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി സ്വല്പം കുറേ ചാൻസ് ഉണ്ട്. അത് നമുക്ക് ലേശം കൂടി ഹൈ ക്വാളിറ്റി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടൂളായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ആ ഒരു ടൂൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ആഡ് ഉണ്ടാവും. ആ ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ ഹൈ ക്വാളിറ്റി ആയി കഴിയും. പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആഡും കൂടി കാണുന്നുണ്ടാവും. അപ്പോഴാണ് ഇത് മെയിനായിട്ട് പൂർത്തിയാവുക. അതും ഒരു 2 ആഡ് കണ്ടാൽ മതി. ഫ്രീ ആപ്പാണ്. അപ്പോൾ 2 ആഡൊക്കെ കണ്ടേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെ എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ആ ആപ്പിനെ പറ്റിയിട്ട് കാണുമ്പോൾ അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാം. അപ്പോൾ നമ്മളിത് ഓണാക്കി കഴിഞ്ഞാൽ സൈഡിലായിട്ട് HD എന്നുള്ള ആ ഒരു റൗണ്ട് ക്ലിക്ക് ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോട്ടോ ആണ് വേണ്ടത് അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഏതാ ക്ലിയർ കൂട്ടേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡോഗിൻ്റെ ഫോട്ടോ ആണ് നമ്മളിപ്പോൾ ക്ലിയർ കൂട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഒരു ആഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ കാണേണ്ടി വരും. അത് ഞാൻ വേഗം നിങ്ങൾ സ്കിപ്പ് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സാധനം ഇതിപ്പോൾ 100 ആയി കഴിഞ്ഞാൽ സാധനത്തിൻ്റെ ക്ലാരിറ്റി നിങ്ങൾ കണ്ടുപോകണം. ഞാൻ പറഞ്ഞെന്നാൽ മനസ്സിലാവില്ല, അത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ സാമ്പിളിന് 2 ഫോട്ടോസ് ഞാൻ സൈഡിൽ കൊടുത്ത് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ക്ലിയർ കൂടിയതും ക്ലിയർ കുറഞ്ഞതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ പറയാം അഭിപ്രായം കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് വർക്കായോ എന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുമാടി ഈ ഒരു വീഡിയോസ് ഒന്നുകൂടി കാണാം. ഓക്കെ, അതുപോലെ കമൻറ്റ്. അപ്പോൾ നിങ്ങൾ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് കാര്യങ്ങളുണ്ട്. അതുപോലെ അടുത്തൊരു നല്ലൊരു വീഡിയോസിന് വേണ്ടി നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ അടുത്തൊരു വീഡിയോസ് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വീഡിയോസ് കാര്യങ്ങൾ പിക്ക് ചെയ്യാനാണ്. ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫുള്ള് സിമ്പിളാക്കാനേ ഞാൻ നോക്കുന്നുള്ളൂ. സിമ്പിളായിട്ട് എഡിറ്റിങ് കാര്യങ്ങളും അതുപോലെ കല്യാണം ആകുമ്പോൾ അതുപോലെ നമ്മൾ ഫോട്ടോസ് ട്രിപ്പ് പോയ ഫോട്ടോസ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് എന്താ ഒരു വീഡിയോ ആയിട്ട് മാറ്റാൻ കഴിയും. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് അടുത്തൊരു വീഡിയോയിൽ. അപ്പോൾ വേണ്ടിയവരെന്തായാലും നിങ്ങൾ അടുത്ത ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റിൽ ഇടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് അടുത്തടുത്ത മാറ്റങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നവരെയും ബൈ. നമുക്ക് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഗ്രാനിയെ വരുത്തിക്കണം. ഗ്രാനി പോയോ 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 പോയിന്നാ തോന്നുന്നു. അപ്പൊ നമുക്ക് ഗ്രാനിനെ ഇപ്പുറത്തെ സൈഡിൽ വരുത്തിക്കണം. അപ്പൊ നമുക്ക് ആദ്യം എന്തെങ്കിലും കിട്ടുന്നുണ്ടല്ലോ നിലത്തോട്ടൊക്കെ ഒച്ച ഉണ്ടാകാൻ എന്താ ചെയ്യാ. ഇവിടെ നമ്മളെ ഗ്രാനിന്റെ ചെറിയൊരു ഫോട്ടോ എന്തോ എടുത്ത് വെച്ചിനി പൊട്ടി കണ്ടു. ഓക്കെ, ഗ്രാനി ഉണ്ടോ? ഗ്രാനിയൊന്നും കാണാനില്ല. നല്ല ഉള്ളിലെ കറികളാ. നമുക്കിവിടെ സ്റ്റെപ്പിനോട് ഇട്ടെടുക്കാം. ഇവിടെ ഒളിച്ചിരിക്കാൻ സ്ഥലം ഉണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് കാണാൻ. ഇവിടെ താഴെ ഇട്ടോക്കാം. ഗ്രാനി വന്നാൽ എന്താ നോക്കാം. ഗ്രാനി നമ്മളെ പിടിക്കുമെന്ന് കുഴപ്പമില്ല. ഡിജൈൻസ് ഒക്കെ ഗ്രാനിക്ക് കൊടുത്തേക്കാം. ഇവിടെ ഇരുന്ന് നോക്കാം എന്താ സംഭവിക്കാന്ന്. ഗ്രാനിക്ക് പിടിക്കാൻ കഴിയും എന്ന് പറഞ്ഞാല് ഗ്രാനിക്ക് താന്ന് വരാനല്ല പ്രയാസം. ആ ഗുഹന്റെ അടി കൂടിയൊക്കെ നോക്കിയേക്കാം എന്തെങ്കിലും ചെയ്യാന്ന്. ഗ്രാനിനെ കാണാൻ വന്ന് ഗ്രാനിന്റെ വടിയുണ്ട്. എന്ത് സംഭവിക്കും? ഗ്രാനി പോയോ കാണാനില്ല. അതൊക്കെ നോക്കിയോക്കാം. തല്ലല്ലേ ഇത്രയും പേര് എത്തിച്ചത് തല്ലല്ലേ. ഗ്രാനി പോയി ഗൈസ്. ഗ്രാനി പോയാച്ച് നമുക്ക് ഈ ഫോട്ടോ എടുക്കാം. ഗ്രാനി വിളിച്ചാലൊക്കെ വേഗത്തുണ്ട്. അപ്പോൾ പേടിക്കല്ല. ഇനി ഗ്രാനിനെ അങ്ങോട്ട് വിളിക്കാം. ഗ്രാനി അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് നമുക്ക് മേലത്തെ ഷെൽഫിൽ ആദ്യം ഒന്ന് പോയോക്കണം. അതിന്റെ മുന്നായിട്ട് ആ വിളക്ക് വീണിട്ടുണ്ട്. അതാണ് സീന്. അപ്പൊ ഗ്രാനി അങ്ങോട്ടേക്ക് എത്തും. നമുക്ക് ഗ്രാനിനെ അങ്ങോട്ട് വിളിച്ച് വരുത്തിക്കോളാം. ഓക്കെ ഗ്രാനി ചിലപ്പോൾ എത്താൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ നമുക്ക് മുകളിൽ കയറിയിട്ട് ആ ഷെൽഫിൽ എന്തെങ്കിലും നോക്കണം. ഗ്രാനി ഇല്ല ഗൈസ്, ഗ്രാനി ഇവിടെ ഇല്ല. ആളപ്പുറത്തേക്ക് എത്തിയുണ്ടാവും. നൈസായിട്ട് അടുത്ത് വരാം. കണ്ടില്ലേ, ഈ വിളക്ക് കാരനാണ് ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് എത്തിയത്. നമുക്ക് നോക്കാം. നമുക്ക് ആ ഷെൽഫിൽ ആദ്യം എന്തെങ്കിലും നോക്കണം. ആ കണ്ണ കബോർഡിൽ ഷെൽഫ് എന്തുണ്ടോ നോക്കാം.